പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞമ്മന്റെ ആളുകൾ, അതായത് മുസ്ലിങ്ങൾ എന്ത് തെമ്മാടിത്തരം ചെയ്താലും, എന്ത് തോന്നിയാസം ചെയ്താലും, രാജ്യവിരുദ്ധതകൾ ചെയ്താലും, ഭീകരതകൾ എന്ത് ചെയ്തിരുന്നാലും ശരി, അത് ചൂണ്ടിക്കാണിക്കരുത്. അത് അഡ്രസ് ചെയ്യരുത്. കാരണം അത് നിങ്ങൾ അങ്ങോട്ട് അംഗീകരിച്ചാ പോരെ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുസ്ലിങ്ങൾ എല്ലാവരും പരസ്പരം സഹോദരങ്ങളാണ്. ഒരാളുടെ ന്യൂനത മറ്റൊരാളു പറയരുത്. അങ്ങനെയാണെങ്കിൽ ഒരുത്തന്റെ ന്യൂനത മറ്റൊരുത്തൻ മറച്ചു വെച്ചാൽ മറച്ചു വെക്കുന്നവന്റെ ന്യൂനത അള്ളാഹു മറച്ചു വെക്കുമെന്ന് നിങ്ങൾ അങ്ങ് വിശ്വസിച്ചാ പോരെ. എല്ലാ മതങ്ങളിലും ഈ രൂപത്തിൽ ഉണ്ട് എന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. ക്രിസ്ത്യാനികൾ ചെയ്ത എന്തെങ്കിലും തെണ്ടിത്തരം തുറന്നു പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും പൊള്ളുന്നു. ഹിന്ദുക്കൾ ചെയ്തത് എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ എല്ലാ ഹിന്ദുക്കൾക്കും പൊള്ളുന്നു. ഇതൊരു മതേതര രാജ്യമാണെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കണ്ടേ? എന്തിനാ നിങ്ങൾ ഇത്രയും അസ്വസ്ഥപ്പെടുന്നത്? തെണ്ടിത്തരങ്ങൾ തുറന്നു പറയണ്ടേ? രാജ്യവിരുദ്ധതകളും തീവ്രവാദങ്ങളും ഭീകരതകളും ആര് ചെയ്താലും തുറന്നു പറയണ്ടേ? ഇപ്പോ വാപ്പാനെ വാപ്പാന്നല്ലാതെ ഇപ്പൊ ടിന്റുമോൻ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന ഡയലോഗ് പോലെയല്ലേ നമുക്ക് തോന്നുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് മതം നോക്കി അവര് ചെയ്തത് ശരിയാണ് എന്ന് ഇങ്ങനെ അങ്ങോട്ട് അംഗീകരിക്കാൻ സാധിക്കുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോ അഴിമുഖം എന്ന് പറയുന്ന പത്രത്തിന്റെ എഡിറ്റർ, ഓൺലൈൻ പത്രമാണ്, ഓൺലൈൻ മാഗസിനോ എന്തോ ആണ്, സിദ്ദീഖ് അപ്പൻ. സിദ്ദീഖ് എന്നാണ് കക്ഷിയുടെ പേര് എന്നുള്ളത് കൊണ്ട് അയാള് ചെയ്യുന്ന തീവ്രവാദവും ഭീകരതയും പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്ന് നിന്ന് ചെയ്യുന്ന തീവ്രവാദ രാജ്യവിരുദ്ധതകളൊന്നും പുറത്തു പറയാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾക്ക് ആര് എന്ത് തെണ്ടിത്തരം ചെയ്താലും ന്യായീകരിക്കാൻ കഴിയുന്നത് മതത്തിന്റെ ഒരു പാറ്റന്റ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ, മതത്തിനേക്കാൾ വലുതായി മെച്ചമായി മറ്റൊന്നുമില്ല എന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ മതരാജ്യങ്ങൾ പോലും മാറി ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ അറിയണം. ഇന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ രാജ്യമാണോ പ്രധാനം, മതമാണോ പ്രധാനം എന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്റെ മതം നോക്കിയേ പറ്റൂ, എനിക്കു മതമാണ് മുഖ്യമെന്ന് തലയിൽ തട്ടമിട്ട പെണ്ണൊരുത്തി വന്ന് യാതൊരു കൂസലുമില്ലാതെ മൈക്കിന് മുമ്പിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാമോ പിള്ളാരുടെ നിങ്ങളുടേത്? ആണോ? മതത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഒലിച്ചു പോകുമോ? എന്നാൽ നിങ്ങൾ ഈ വീഡിയോ നിർബന്ധമായിട്ടും ഒന്ന് കാണണം, കണ്ടു. इन जगह अपना है या भारत? फलस्तीन पे हमारा भाई पे। फिलिस्तीन? हाँ भारत अपना नहीं है। क्यों नहीं है, बस क्यों भाई? नहीं है ना। मेरे लिए पहले मेरा इस्लाम है, सेकंड मेरा देश है। I will follow my religion first. अच्छा देश पहले है इस्लाम? इस्लाम भाई इस्लाम तो पहले कुछ नहीं है. Religion versus individuality. What would you prioritize? Religion is a very private affair. Okay, it's a private affair. But as a human beings, we should all we have to believe in one thing, that is nation. All of you repeat, nation is bigger than any other aspect in my country. Do you agree? Do you agree? Everybody agrees. Great. പലസ്തീനികൾക്ക് പോലും ഫസ്റ്റ് പ്രയോറിറ്റി അവരുടെ രാജ്യത്തിനാണ്. പിന്നെയോ വീണ്ടും എൻ്റെ രാജ്യത്തിന്, വീണ്ടും എൻ്റെ രാജ്യത്തിന്. അതേപോലും സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഭാരതത്തില് തട്ടമിട്ടവരോടും മുറിയന്മാരോടും നിങ്ങൾക്ക് ഏതാണോ മതമാണോ ഏറ്റവും പ്രാമുഖ്യം, അതോ രാജ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിക്കുന്ന രൂപത്തിൽ അവരെല്ലാവരും പറയുന്നു, അതേ മതം ഫസ്റ്റ്, ഞങ്ങൾക്ക് മതം കഴിഞ്ഞേ മറ്റൊന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഇത്തരക്കാരെ നമ്മൾ എടുത്തു പറയേണ്ടി വരും. ഈ മതത്തിന്റെ പേരിൽ മതത്തിന്റെ ഈ തട്ടം ഉപയോഗിച്ചോ, അതല്ലെങ്കിൽ മതത്തിന്റെ പേരും പ്രശസ്തിയും ഉപയോഗിച്ചോ, അതല്ലെങ്കിൽ മതപ്പൊട്ടന്മാരെ കബളിപ്പിക്കുക എന്ന തരത്തില് അവരെ ചൂഷണം ചെയ്യുക എന്ന തത്വം ഉപയോഗിച്ചും ചൂഷണം ചെയ്ത് ജീവിക്കുന്ന, പണമുണ്ടാക്കുന്ന, പേരും പ്രശസ്തിയും ഉണ്ടാക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഞാൻ ഒരാളെ കൂടി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. മതത്തിന്റെ പേരിൽ മാത്രം പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി, അയാൾക്കൊക്കെ ഇന്ന് സമൂഹത്തിൽ കിട്ടുന്ന സ്വീകാര്യത അയ്യോ പറയാതെ വയ്യ കേട്ടോ.
ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ദുർബല വിശ്വാസികളെ മൂഞ്ചിച്ചെങ്ങനെ പണമുണ്ടാക്കാം, എങ്ങനെ പേരും പ്രശസ്തിയും ഉണ്ടാക്കാം, എങ്ങനെ ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്താം എന്ന് പഠിപ്പിച്ചു തന്ന യൂട്യൂബ് ഹാജി. ഞാൻ ഉദ്ദേശിച്ചതുപോലെ भाई क्या खा रहे हो? രാഹത്തായി സന്തോഷത്തോടെ ഞാൻ ഉദ്ദേശിച്ചതുപോലെ. भाई क्या खा रहे हो? ये अजवा देखो. हमारा इंडिया इज वेरी ब्यूटीफुल. मस्जिद, मंदिर, गुरुद्वारा. ഷിഹാബ് എന്ന പേരുള്ള ചോറ്റൂരുകാരനായ യുവാവ് 6 വർഷം മുൻപ് ഏറെ പ്രതീക്ഷയോടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഷിഹാബിന്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് യൂട്യൂബിന് വളർച്ചയൊന്നും ഉണ്ടായില്ല. അങ്ങനെ നിർജീവമായി കിടക്കുന്ന തന്റെ യൂട്യൂബ് ചാനലിനെ എങ്ങനെ ആക്റ്റീവ് ആക്കി എടുക്കാം എന്നതായിരുന്നു പിന്നെ ഷിഹാബിന്റെ ആകെ ചിന്ത. ഒടുവിൽ ഒരു സാഹസത്തിന് തന്നെ ഷിഹാബ് ഇറങ്ങി തിരിച്ചു. താൻ ഹജ്ജിന് നടന്നു പോവുകയാണെന്നും നടന്നു പോകേണ്ട 5 രാജ്യങ്ങളുടെ അടക്കം പെർമിഷൻ അടക്കം മുഴുവൻ രേഖകളും കയ്യിലുണ്ടെന്നും അതിനുവേണ്ടി മാത്രം കഴിഞ്ഞ 6 വർഷമായി എല്ലാ വാതിലുകളും കയറി ഇറങ്ങുകയായിരുന്നു താനെന്നും ഷിഹാബ് പൊതുസമൂഹം മുൻപേ വെളിപ്പെടുത്തൽ നടത്തി. ചില ചാനലുകളെയെല്ലാം വിളിച്ച് വാർത്തയാക്കുകയും ചെയ്തു. ഷിഹാബ് അദ്ദേഹം കാൽനടയായി ശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അവരുടെ ജന്മം മുതിർന്ന ഷിഹാബിനെ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. നല്ല രീതിയിൽ അവിടെ എത്തിച്ചേരാൻ വിശദമായ കർമ്മമൊക്കെ നിർവഹിക്കാനുള്ള എല്ലാവിധ നന്ദിയും എല്ലാ സഹകരണവും നമ്മൾ വാർത്തുണ്ടാവണം. ഷിഹാബിന് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. 2-ാം തീയതി ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് 5 ലക്ഷം വെച്ച് പോവുകയാണ്. നാട്ടിൽ നിന്ന്, അതായത് ആദവനാട്ടിൽ നിന്ന് പുറപ്പെട്ട് മക്കത്തെത്തി 2023 ഹജ്ജ് ചെയ്യാന്നുള്ളത് ആദവനാട്ടിൽ നിന്ന് നടന്ന് മക്കത്തേക്ക്. ജനശ്രദ്ധ നേടാൻ പാണക്കാട് കുടുംബം, കുഞ്ഞാലിക്കുട്ടി തുടങ്ങി പ്രമുഖരെ കണ്ട് ആശീർവാദം വാങ്ങാനും മറ്റുമായി പരമാവധി സ്വയം പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയെങ്കിലും ഇതല്ല ഇതിനപ്പുറമുള്ളവരെ കണ്ട മലയാളി കാര്യമായി ഗൗനിച്ചതേയില്ല. അങ്ങനെ ഒടുവിൽ കൊട്ടിഘോഷിച്ച കാൽനട യാത്ര തുടങ്ങി. മലപ്പുറത്ത് നിന്ന് തുടങ്ങി കണ്ണൂർ തളിപ്പറമ്പിൽ എത്തുന്നത് വരെ ഒരു പൂച്ചയും തിരിഞ്ഞു നോക്കിയതേയില്ല. തളിപ്പറമ്പ് മുതൽ കുറച്ച് യൂട്യൂബ് ചാനലുകാരുടെ അകമ്പടിയോടെയായി ദൈവസ്ഥാനത്തേക്കുള്ള യാത്ര. കാസർഗോഡ് എത്തിയപ്പോഴേക്കും ആളുകളുടെ വിധവും ഭാവവും മാറി തുടങ്ങി. ചെറിയ ആൾക്കൂട്ടം കൗതുകത്തോടെ കണ്ടു നിൽക്കുവാനും കൂടെ കുറച്ചു ദൂരം സഞ്ചരിക്കാനുമെല്ലാം തുടങ്ങി. അപ്പോഴേക്കും സ്വന്തം യൂട്യൂബിനൊപ്പം നിരവധി യൂട്യൂബുകളും പിന്നാലെ വച്ചുപിടിച്ചു തുടങ്ങി. നോർത്ത് ഇന്ത്യയിലേക്ക് പ്രവേശിച്ചതോടെ യാത്രയുടെ മട്ടുമാറി. ഷിഹാബ് ചോറ്റൂർ എന്ന പുതിയ ഔലിയയുടെ പിറവിയാണ് പിന്നെ കണ്ടത്. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഷിഹാബ്ക്കയുടെ യാത്രയുടെ 71ാമത്തെ ദിവസമാണ്. രാവിലെ 6 മണിക്ക് തന്നെ ഷിഹാബ്ക്ക യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഷിഹാബ് ഔലിയയുടെ പവിത്രപാദം പതിയുന്ന മണൽത്തരികൾക്ക് പോലും വിശ്വാസികൾ പുണ്യം കണ്ടു. ആൾക്കൂട്ടത്തിന്റെ വലിപ്പവും സുരക്ഷയുമെല്ലാം കണ്ട് ഒരു നിമിഷം സ്വയം അമ്പരന്നിരുന്ന ഷിഹാബ് പിന്നെ തിരിഞ്ഞു നോക്കിയതേയില്ല. യാത്രയുടെ റൂട്ട് മാറ്റി അജ്മീറിലേക്കും ദർഗകളിലേക്കും ആയിരക്കണക്കിന് വിശ്വാസികളുടെ അകമ്പടിയോടെ ഉപയാത്രകൾ. ഇടയ്ക്ക് ആകാശത്ത് അല്ലാഹു അക്ബറിൽ തെളിഞ്ഞു എന്നും ആകാശത്തുനിന്ന് അത്തറിന്റെ മണം ഷിഹാബിക്കയുടെ ശരീരത്തിലേക്ക് സ്പ്രേ ചെയ്യുന്നുണ്ടെന്നും തുടങ്ങി കണ്ണിൽ കണ്ട അള്ളാഹുവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ഇടയ്ക്ക് ഒരു അട്ടഹാസം ഉണ്ടാക്കിയത്. അതായത് ആകാശത്ത് അള്ളാഹു വന്നു എല്ലാവരും ക്യാമറയും ഫോണും എല്ലാം എടുത്ത് വീഡിയോ പിടിക്കുമ്പോഴത്തേക്ക് പോയെന്ന്. അപ്പൊ ആളുകൾക്ക് ഏതാണ്ട് കാപട്യ മനസ്സിലായി. പിന്നെ പറഞ്ഞു പടച്ചൂൻ അടിക്കുന്ന അത്തറ് ഇനിയും ശുക്ലമഴയൊക്കെ പെയ്യുമെന്ന് ഉസ്താദ് പറഞ്ഞിരുന്നു. അതിന്റെ മണം വല്ലതും ആണോ എന്ന് അറിയത്തില്ല കേട്ടോ. കേട്ടതുമായ കറാമത്തുകൾ യൂട്യൂബ് വഴി പാറിപ്പറന്നു. ആളെ പറ്റിച്ചു. വേഗത്തിൽ തെളിഞ്ഞു വന്നാണ് കേട്ടോ. ഒരു മിനിറ്റ് മാത്രമേ നമുക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. 1 മിനിറ്റ്. അതുവരെ ചത്തുകിടന്ന യൂട്യൂബിൽ കാഴ്ചക്കാർ മില്യൺ കടക്കാൻ തുടങ്ങി. ഉത്തരേന്ത്യയിലെ ചാകര തിരിച്ചറിഞ്ഞ യൂട്യൂബ് ഹാജി കുറെ കൂട്ടാളികളെ പോകുന്ന വഴിക്ക് തന്നെ സംഘടിപ്പിച്ച് സ്വന്തം പേരിൽ പുതിയ ട്രസ്റ്റ് വരെ അപ്പോഴേക്കും രൂപീകരിച്ചു കഴിഞ്ഞിരുന്നു. നടത്തം ദിവസങ്ങൾ വൈകി ഒടുവിൽ രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് അടുത്തു തുടങ്ങി. അപ്പോഴേക്കും കൂടെയുള്ള യൂട്യൂബർമാർ തള്ളി ഷിഹാബ് ചോറ്റൂർ ദിവ്യത്വമുള്ളവനായി മാറിക്കഴിഞ്ഞിരുന്നു. നമ്മളിത് ഭക്ഷണമൊക്കെ കഴിച്ച് യാത്ര തുടങ്ങാൻ വേണ്ടി പോവാണ്. ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ഷിഹാബ്ക്കയെ കാത്തിരിക്കുന്നത്. ഔലിയയുടെ വരവറിഞ്ഞു പാകിസ്ഥാനി യൂട്യൂബർമാർ സ്വീകരിച്ചാനയിക്കാൻ അതിർത്തിയിൽ വന്ന് തമ്പടിച്ചു. പക്ഷേ അതിർത്തി കടക്കുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. മറ്റൊരു രാജ്യത്ത് കടക്കാനുള്ള ഒരു രേഖയും യൂട്യൂബ് ഹാജിയുടെ കൈവശം അതുവരെ ഇല്ലായിരുന്നു എന്നതാണ് സത്യം. ആഴ്ചകൾ കടന്നുപോയി. അവിടുത്തെ വിശ്വാസികളായ സാധാരണക്കാരെ പിഴിഞ്ഞ് ഹാജി സസുഖം അവിടെ തമ്പടിച്ചു കിടന്നു. അതോടെ ഒരു കാര്യം മനസ്സിലായി. മറ്റൊരു രാജ്യത്തേക്ക് കടക്കാനുള്ള പെർമിഷനും ഹാജിയാരുടെ കയ്യിലില്ല എന്നുള്ള കാര്യം. ഒരു ഇന്ത്യക്കാരന് ഇന്ത്യ രാജ്യത്ത് സഞ്ചരിക്കാൻ ഒരു പെർമിറ്റിന്റെയും ആവശ്യമില്ല എന്നതുകൊണ്ട് വാഗ അതിർത്തി വരെ തടസ്സമില്ലാതെ എത്തി എന്ന് മാത്രം. ഒടുവിൽ വിസ കിട്ടിയെങ്കിലും പാകിസ്ഥാനിൽ കടക്കാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടു.
ഒരു സുപ്രഭാതത്തിൽ 5 രാജ്യങ്ങളിൽ ഏറ്റവും ദൈർഘ്യമുള്ളതും വിസ്തൃതവുമായ പാകിസ്ഥാൻ ഹനുമാനെ അനുസ്മരിപ്പിക്കും വിധം യൂട്യൂബ് ഹാജി ഒരൊറ്റ ചാട്ടം പൊങ്ങിയത് ഇറാൻ അതിർത്തിയിൽ. അതുവരെ പറഞ്ഞിരുന്നത് എല്ലാ രാജ്യത്തേക്കും കടക്കാനുള്ള എല്ലാ ട്രാവൽ ഫെസിലിറ്റീസ്, വിസ, പാസ്പോർട്ട്, ടിക്കറ്റ് ഇതെല്ലാം കയ്യിൽ കരുതിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. എംബസി മുഖേന ഇതെല്ലാം സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇറാൻ എത്തി, സൗദി എത്തി, അഫ്ഗാൻ എത്തി, ഇതൊക്കെ പറയുകയല്ലാതെ എങ്ങും കാണിച്ചില്ല. പിന്നീടാണ് ആള് പെട്ടെന്നൊരു ഒറ്റ കുതിക്കല പറന്ന് അങ്ങെത്തി. പിന്നീട് നടപ്പില്ല കേട്ടോ, കാരണം നടക്കില്ലെന്ന് ആൾക്ക് മനസ്സിലായി. ഏറ്റവും ദൈർഘ്യമുള്ളതും വിസ്തൃതവുമായ പാകിസ്ഥാൻ ഹനുമാനെ അനുസ്മരിപ്പിക്കും വിധം യൂട്യൂബ് ഹാജി ഒരൊറ്റ ചാട്ടം പൊങ്ങിയത് ഇറാൻ അതിർത്തിയിൽ. ഭയങ്കര ചൂടാണ്. ചൂട് എന്ന് പറഞ്ഞാൽ കഠിനമായ ചൂടാണ്. അൽഹംദുലില്ലാ. അപ്പോൾ രാവിലെ നേരത്തെ തുടങ്ങി, അത് കഴിഞ്ഞ് വെയില് ഒരു 12 മണി 1 മണി സമയത്ത് റെസ്റ്റ് എടുത്ത് ഭക്ഷണം കഴിച്ച് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 3 മണി 4 മണിക്ക് ഇറങ്ങുന്ന ഒരു സിസ്റ്റമാണ് ഏറ്റവും നല്ലത്. ഇറാനിൽ അവിടെയും ഇവിടെയും നടക്കുന്നത് മാത്രം നമ്മൾ കണ്ടു. വീഡിയോ എടുക്കാൻ 5 മിനിറ്റ് 10 മിനിറ്റ് മാത്രമാണ് നടന്നതെങ്കിലും ബാക്കിയെല്ലാം സ്റ്റാർ ഹോട്ടലുകളിൽ ഉണ്ടുറങ്ങിയും മറ്റു വാഹനങ്ങളിൽ സഞ്ചരിച്ചുമാണ് അക്കരെ ചാടിയതെന്നാണ് വിമർശകർ പറയുന്നത്. ഏറ്റവും അവസാനം കുവൈറ്റിലെത്തി. മലയാളികൾ ഉള്ളതുകൊണ്ടും ചെറിയ രാജ്യമായതുകൊണ്ടും കാലാവസ്ഥ അനുകൂലമായതുകൊണ്ടും റിയാലിന് മൂല്യമുള്ളതുകൊണ്ടും താരപരിവേഷമുള്ളതുകൊണ്ടും നല്ല വസ്ത്രവും ഷൂവും പ്രവാസികൾ ദിവസവും മാറി മാറി നൽകുന്നതുകൊണ്ടും രാത്രി കിടക്കാൻ പ്രവാസികളുടെ ചെലവിൽ തന്നെ സൗകര്യമുള്ളതുകൊണ്ടും അവിടെയും സുഖയാത്ര. കുവൈറ്റ് കഴിഞ്ഞ് ദേ കിടക്കുന്നു സൗദി അറേബ്യയിൽ. സന്തോഷകരമായ ഒരു വിനോദയാത്ര. അപ്പോഴേക്കും യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം, കോടികളുടെ ബാങ്ക് ബാലൻസ് തിരിച്ചു വന്നത് പിന്നെ നമ്മൾ കണ്ടതേയില്ല. പിന്നെ പൊങ്ങിയത് ഉത്തരേന്ത്യയിൽ. കാലിൽ വീണ് കരയാനും കരം പിടിച്ചു മുത്താനും യൂട്യൂബ് ഹാജിയുടെ ഹിന്ദിയെ കൊല്ലുന്ന തരത്തിലുള്ള സംസാരം കേൾക്കാനും എവിടെ ചെന്നാലും സാധുക്കളായ ആയിരങ്ങൾ അണിനിരന്നു. अच्छा कपड़ा पहनो, अच्छा गाड़ी, अच्छा घर, सब दुनिया में। अल्हम्दुलिल्लाह, अभी नियत करो, देखो अच्छा नियत से शिहाब भाई, हम लोग पूरा इंडिया में थे, मैं भी इंडिया में। केरला किधर है? केरला मेरा घर का कितना किलोमीटर? 20 किलोमीटर का बाद समुद्र है। ഉത്തരേന്ത്യൻ ഭായിമാർ കേരളത്തിൽ വന്ന് എല്ലുമുറിയെ പണിയെടുത്തുണ്ടാക്കിയ പണം മുഴുവൻ യൂട്യൂബ് ഹാജി അങ്ങനെ നൈസായി പോക്കറ്റിലാക്കി. സ്വന്തം ട്രസ്റ്റിന് സ്വന്തമായി സ്ഥലവും ബിൽഡിങ്ങുമായി, യാത്ര ചെയ്യാൻ നല്ല വാഹനങ്ങളും സൗകര്യവുമായി, നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും റീൽസുകളാക്കി മാറ്റാൻ ചുറ്റും ആളുകളെ നിരത്തി. അങ്ങനെ ചോറ്റൂരുകാരൻ ഷിഹാബ് ഉത്തരേന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള ഔലിയയായി മാറി. ഇന്ന് ഉത്തരേന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ നേതാക്കളെല്ലാം യൂട്യൂബ് ഹാജിയോടൊപ്പം ഫോട്ടോ എടുക്കാനും കൈമുത്താനും മത്സരിച്ച് എത്തുകയാണ് പോലും. അയാളെ അങ്ങനെ ആക്കി മാറ്റാൻ കൂടെ നിന്നവരെല്ലാം ഇപ്പോൾ വെറും വിഡ്ഢികളുമായി. ദൂരെ നിന്ന് ഇതൊക്കെ പറയുന്ന എന്ത് എളുപ്പമാണെന്ന് നോക്കിക്കേ. ആർക്കെങ്കിലും പരാതിയുണ്ടോ? ഇല്ല. ഈ യൂട്യൂബ് ഹാജിക്ക് തടയിടാൻ ആരെങ്കിലും രംഗത്ത് വരുന്നുണ്ടോ? ഞമ്മന്റെ ആളുകളാ. ഞമ്മന്റെ ആളുകൾ പറയുന്ന കേട്ടിട്ടില്ലേ, അമ്മായി ഉടച്ചാൽ ഓടും പൊരുതുമെന്ന് പറയുന്നത് പോലെ. അവരെ ഒന്നും അങ്ങോട്ട് കയറി ഒന്നും പറയണ്ട, ചിലപ്പോൾ ബിരിയാണി കൊടുത്താലോ.